നമസ്തേ, ധന്യാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ ലഡു ആണ്. വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം. റവ 2 കപ്പ്, ചിരകിയെടുത്ത തേങ്ങ 1 കപ്പ്, ഷുഗർ 1 കപ്പ്, ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ, പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ, നെയ്യ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത്രയും വേണ്ടി വരില്ല. ഇനി നമുക്കിതിന്റെ പ്രിപ്പറേഷൻ നോക്കാം. ഒരു ഹെവി ബോട്ടം പാനോ നോൺ സ്റ്റിക്ക് പാനോ മീഡിയം തീയിൽ വെക്കണം. പാൻ ചൂടാകുമ്പോൾ കാഷ്യൂ നട്ട്സ് വറുക്കാൻ പാകത്തിനുള്ള നെയ്യ് ഒഴിക്കുക. ചൂടായ നെയ്യിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അതേ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ നെയ്യിലേക്കിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ, പച്ചമണവും സ്വാദും മാറുന്നത് വരെ മാത്രം ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു കാരണവശാലും അത് ബ്രൗൺ കളർ ആവാതെ നോക്കണേ. ഇതിപ്പോൾ റെഡിയാണ്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ ഈ റവ ലഡുവിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒരു ലെവലപ്പ് ആക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ടേസ്റ്റും സ്മെല്ലും ഒന്നിച്ച് ബ്ലെൻഡ് ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പഞ്ചസാര ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചൂടിൽ കിടന്നിട്ട് പഞ്ചസാര ഒന്നലിയും. കൂടുതൽ ബ്ലെൻഡ് ആവാനായിട്ട് പിന്നീട് നമുക്ക് ഒരു ട്രിക്കും കൂടി ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര ഇളക്കുന്നതിന് കൂടെ തന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ബൈൻഡിങ് തരാൻ വേണ്ടിയിട്ടാണത്. ഇനിയിപ്പം ഫ്ലെയിം ഓഫാക്കി നല്ലൊരു ടൈറ്റായിട്ടുള്ള അടപ്പ് കൊണ്ട് ഈ റവ മിക്സ്ചർ ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് പാൻ തുറന്നു വയ്ക്കുക. ഒന്ന് കൂൾ ഡൗൺ, ആ റവ മിക്സ്ചർ ഒന്ന് കൂൾ ഡൗൺ ആയതിന് ശേഷം തീരെ തണുത്ത് പോകരുത്. ഇളം ചൂടുള്ള പാകത്തിന് നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ടാണ്, പഞ്ചസാര റവയും ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അത് ഹെൽപ്പാവും. രണ്ടാമത്തെ കാര്യം, നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ഒരു നോർമൽ റവയേക്കാളും തരിതരിപ്പായിട്ടാണ് നമുക്ക് വായിൽ കിട്ടുക. അതൊരു ടേസ്റ്റാണ്. റവ മിക്സ്ചർ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് നെയ്യ് കയ്യിൽ പുരട്ടിയാൽ ബോൾ ചെയ്തെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. റവ ബോൾസ് ഉണ്ടാക്കുമ്പോൾ അറിയാലോ, മേലെ ഒരു കാഷ്യൂനട്ടോ ഒരു മുന്തിരിയോ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുണ്ടെങ്കിൽ അതുകൂടെ വെച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ.